അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓപ്പണായി വരുന്നതാണ്. ഇതുപോലത്തെ ഒരു കുഞ്ഞൻ വേസ്റ്റ് ബോക്സ്. അപ്പോൾ കുഞ്ഞൻ വേസ്റ്റ് ബോക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കുഞ്ഞൻ വേസ്റ്റ് ബോക്സ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. ഒരു ബ്ലൈഡ് ആവശ്യമുണ്ട്, പിന്നെ ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ ഗ്ലാസിൻ്റെ അകത്ത് വയ്ക്കാവുന്ന ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് ഗ്ലാസ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ബൈൻഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ പേപ്പർ ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ഹോൾ നമ്മൾ സ്ക്വയർ ടൈപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു കുഞ്ഞൻ വേസ്റ്റ് ബോക്സാണ്. അപ്പോൾ ചെറിയ വേസ്റ്റുകൾ നമുക്കിതിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അത് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് ഒരു ചെറിയൊരു സ്ക്വയർ ടൈപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കാൻ ചെറിയൊരു പീസിൻ്റെ ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഈ കാർഡ്ബോർഡ് ബോക്സിൽ നിന്നാണ് മുറിച്ചെടുക്കുന്നത്. അളവെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കുന്ന പീസ് കറക്റ്റായിട്ട് ഈ ഗ്ലാസിൻ്റെ അകത്ത്, അതായത് നമ്മൾ ചെറിയൊരു ഹോൾട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കാവുന്ന രീതിയിലായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബ്ലൈഡ് ഉപയോഗിച്ചോ കത്രിക ഉപയോഗിച്ചോ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് കറക്റ്റ് നമ്മൾ ആ വരഞ്ഞെടുത്ത ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരു പീസായിരിക്കും കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഈ അളവിൽ തന്നെ ഒരു അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പീസിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അകത്ത് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ബലം കിട്ടും നമുക്ക്. അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലൊരു ബലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പോണിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഷേപ്പിൽ തന്നെ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ അത് നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു അടപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പേപ്പർ ബുക്കിൻ്റെ ബൈൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ് കമത്തി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കത്രി ഉപയോഗിച്ചോ ബ്ലൈഡ് ഉപയോഗിച്ചോ നമുക്ക് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ പേപ്പർ ഗ്ലാസിൻ്റെ അകത്തൊരു കുഞ്ഞ് പ്ലാസ്റ്റിക് കപ്പാണ് വയ്ക്കുന്നത്. അപ്പോഴേ നമുക്ക് ചെറിയ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് കഴുകി വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ വേസ്റ്റുകൾ മാത്രമേ നമുക്ക് ഇടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലൊരു പീസായിരിക്കും കിട്ടുക. അപ്പോൾ അടപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സൈഡ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഹോൾ വഴി നമ്മൾ അകത്തൂടെ ഒന്ന് ഇറങ്ങി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ആ പ്ലാസ്റ്റിക് കപ്പ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് അടപ്പിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞൻ വേസ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുഞ്ഞ് വേസ്റ്റ് എന്തെങ്കിലും ഇട്ടിട്ട് അടച്ച് വെച്ചതിന് ശേഷം തുറക്കണമെങ്കിൽ താഴെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, തുറക്കുന്നതായിരിക്കും.